മുമ്പേ നിലംപൂത്ത് മലർന്നതാന്ന് പറഞ്ഞിട്ട് മനോജ് ഗുരുവിൻ്റെ ഒരു നോവൽ വന്നിട്ടുണ്ടായിരുന്നു. അത് സംഘകാല മലയാളമാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മലയാളത്തിൽ സംസ്കൃത പദങ്ങളൊന്നും ഉപയോഗിക്കാത്ത മലയാള പദങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ആ നോവൽ എഴുതിയിട്ടുള്ളത്. പൊതുവെ മലയാള സാഹിത്യത്തിൽ സ്ലാങ്ങുകൾ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒ.വി. വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ പാലക്കാടൻ ഭാഷ ഉപയോഗിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എം.ടി. വന്മലയാളം ഭാഷ ഉപയോഗിക്കുന്നത് പോലെ എന്നൊക്കെ പറയുമ്പോൾ ഭാഷയുടെ ആ പ്രയോഗം പിന്നെ അതിൻ്റെ കഥാപാത്രങ്ങളുടെ സംസാരത്തിലാണ് പൊതുവെ വരുന്നത്. അതിൻ്റെ മറ്റ് ഭാഗങ്ങളല്ല എന്ന് പറഞ്ഞാൽ അതിലെ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ, വിവരണങ്ങളെല്ലാം സാമ്പ്രദായികമായ മലയാള ഭാഷ തന്നെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷേ നിലംപൂത്ത് മലയാളം പുസ്തകത്തിൽ മനോജ് ഗുരു ഉപയോഗിച്ചിരുന്ന സംഘകാല മലയാളത്തിൽ ഡിസ്ക്രിപ്ഷൻ അടക്കം നോവൽ മുഴുവൻ തന്നെ പഴയ മലയാള ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് സമാനമായ ഒരു പരീക്ഷണമാണ് സത്യത്തിൽ ഇവിടെ വിനോദഗ്രശാല നടത്തിയിട്ടുള്ളത്. ഈ പുസ്തകത്തിൽ യഥാർത്ഥത്തിൽ മുഴുവൻ പ്രയോഗങ്ങളും തൃശ്ശൂരിൻ്റെ സ്ലാങ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലെ കഥാപാത്രങ്ങൾ ആരും സംസാരിക്കുന്നത് മാത്രമല്ല, ഒന്നാമത് ആത്മകഥയാണ്. ആത്മകഥ വെച്ച ഒരാൾ ഞാൻ എന്ന് പറയുന്നതിൽ ഫസ്റ്റ് പേഴ്സണിൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന സമയത്ത് ആൾ സാധാരണഗതിയിൽ അങ്ങനെ പറയുന്ന സമയത്ത് ആൾ പൊതുവെ സാഹിത്യത്തിൽ പൊതുവെ അങ്ങനത്തെ ധാരാളം സാധ്യത വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ പൊതുവെ ഉപയോഗിക്കാൻ അച്ചടി ഭാഷ തന്നെയാണ് എപ്പോഴും ഉപയോഗിക്കുക. പക്ഷേ ഇതിന് അച്ചടിക്ക് പകരം ഇവിടെ മൊത്തം തൃശ്ശൂർ ഭാഷയാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു പ്രശ്നം വെച്ചാൽ ഈ നോവലിൻ്റെ കഥ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ അതിന് ഒരുപാട് രാഷ്ട്രീയമുണ്ട്. ഏതൊക്കെ ഒരു കക്ഷി രാഷ്ട്രീയങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഈ കുത്തിക്കൊലകളും മറ്റുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അത് കുടുംബത്തിലുണ്ടാക്കുന്ന നഷ്ടങ്ങൾ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ. അതുപോലെ തന്നെ പ്രണയിച്ച് കല്യാണം വലിയ ആവേശത്തിൽ കല്യാണം കഴിക്കുന്നതും പിന്നെ വരുന്ന പ്രതിസന്ധികളും തുടങ്ങിയ നൂറുകൂട്ടം പ്രശ്നങ്ങൾ ഇതിലുണ്ട്. പിന്നെ അച്ചുവിട്ട് താമസിക്കുന്നതിൻ്റെ ഈഗോ, അങ്ങനെ താമസിക്കാതിരിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ, എന്നാൽ അവരുടെ സഹായം വേണ്ടി വരുന്ന അങ്ങനെയൊക്കെ ഒരുപാട് ക്രൈസിസ് ഈ കഥാപാത്രത്തിനുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ഇതൊക്കെ ആളുടെ നേരിട്ടുള്ള ഭാഷയുടെ പ്രയോഗത്തിനാണ് സംസാരിക്കുന്നത്. ഇതിൽ അപ്പോൾ വല്ലാത്തൊരു സങ്കടകരമായി, ഞാൻ ഈ കഥ നേരത്തെ പറഞ്ഞ മാതിരി നേരത്തെ ഒരു വാണി തന്ന മാതിരി ഇത് പറഞ്ഞാൽ ഇവർ സിനിമക്കാർ പറഞ്ഞാൽ വൺ ലൈൻ എന്ന് പറഞ്ഞത് ശരിക്കും വൺ ലൈനായിട്ട് പറയും. ഒറ്റ വാക്ക് പറഞ്ഞാൽ തന്നെ ഭയങ്കര പഞ്ചുള്ളൊരു കഥയാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ സസ്പെൻസ് മൊത്തം പോകുന്നത് ഞാൻ അത് പറയുന്നില്ല. സത്യത്തിൽ ഇതിലൊരു ശോകത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ വളരെ ഇതിൻ്റെ അന്തർലീനമായിട്ടുള്ളത് ഒരു ശോകമുഖമായ അന്തരീക്ഷമാണ്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സാമ്പാറിൽ പഞ്ചസാര ഇടുന്ന സമയത്തുള്ളൊരു പ്രശ്നമില്ല. സാമ്പാറിൽ അല്പം പഞ്ചസാര കൂടിക്കഴിഞ്ഞാൽ പിന്നെ സാമ്പാറും ടേസ്റ്റ് പോയി മധുരക്കാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു മധുരത്തിലുണ്ട്, ഒരു ക്രമത്തിന് ആ ഒരു ആവശ്യമുള്ള കണക്കിന് ഇതിൽ ഹാസ്യമുണ്ട്. അതെങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പം ഞാൻ കോഴിക്കോട്ടുകാരനാണ്. ഞാൻ കോഴിക്കോട് ശൈലിയല്ല ഇപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ കോഴിക്കോട് ശൈലിയിൽ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ഈ തൃശ്ശൂർ ശൈലിക്ക് പൊതുവെ പറഞ്ഞ പോലെ അബ്സർഡിറ്റി എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സംഭാഷണത്തിൻ്റെ ഇടയ്ക്കുള്ള നമ്മുടെ പ്രയോഗത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ കൊണ്ട് സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷം ഈ ഭാഷയ്ക്ക് അന്തർലീനമായിട്ടുള്ളത് കൊണ്ട് ഈ നോവലിലെ തമാശ അങ്ങനെ രൂപപ്പെടുന്നത്. ഈ നോവലിൽ തമാശ പറയാൻ വേണ്ടി ഒരിക്കലും ഇതിൽ തമാശ പറയുന്നില്ല. പക്ഷേ ഇത് വായിക്കുമ്പോഴൊക്കെ നമുക്ക് ചിരി വരികയും ചെയ്യും. പറയുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ ചിരിക്കേണ്ട കാര്യങ്ങളല്ല, പലപ്പോഴും സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ളൊരു പിന്നെ ഈ പുസ്തകത്തിൽ തന്നെ ഇത് അയച്ചതിൽ സി രാധാകൃഷ്ണൻ്റെ ഒരു പഠനമുണ്ട്. അതിൽ അങ്ങനെ ഈ പ്രയോഗം നടത്തുന്നുണ്ട്. ഇതിലൊരു ഹാസ്യത്തിൻ്റെ ഒരു ശോകാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. പിന്നെ എപ്പോഴും എഴുത്തിൽ വരുന്നൊരു കാര്യം, നമ്മൾ ഈ സീസൺഡ് റൈറ്റേഴ്സ് കുറേ കാലം എഴുതി തഴക്കമുള്ള എഴുത്തുകാരെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ അവരും എന്തെഴുതിയാലും, ഇപ്പോൾ മുകുന്ദൻ എന്തെഴുതിയാലും നമുക്കത് ആസ്വാദികരിക്കും. കാരണം എന്താ വെച്ചാൽ വർഷങ്ങളായിട്ട് ലക്ഷക്കണക്കിന് വാക്കുകൾ എഴുതി നിറച്ചിട്ടുള്ള ഒരു മനുഷ്യൻ എന്തെഴുതിയാലും അതിൻ്റെ ഒരു ഒഴുക്കുണ്ട്. അപ്പം നമ്മുടെ എഴുത്തുകാരൻ്റെ കഴിവിനെ നമ്മൾ വിലയിരുത്തുന്നത് എപ്പോഴും നമുക്ക് വായനക്കാരനിലേക്ക് പെട്ടെന്ന് വെൽ ക്രാഫ്റ്റഡ് ആണല്ലോ എന്ന് തോന്നിക്കുന്നത് നമ്മുടെ സംഭവത്തിൽ. ആ ക്രാഫ്റ്റ് ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ സക്കറിയയുടെ ഏത് കഥ വായിക്കുമ്പോൾ നമുക്ക് ചിരി വരും. വളരെ അനായാസമായിട്ട് ഒറ്റയടിക്ക് എഴുതിപ്പോയ കഥയായിട്ടൊക്കെ നമുക്ക് തോന്നിയെങ്കിലും ഒരുപാട് ഡ്രാഫ്റ്റും തിരുത്തുകളും കൂടിയാണ് ഈ പുസ്തകങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ പുസ്തകം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള പുസ്തകമാണ്. അത് വായിച്ച് ശീലമുള്ള സാഹിത്യ പരിചയമുള്ള ആളുകൾക്ക് ഇത് ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഒരു ഗൃഹസ്ഥനായ എഴുത്തുകാരൻ്റെ
അക്ഷരങ്ങളാണ് ഇത് എന്നുള്ളത്. അത്രയ്ക്ക് വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ അത് വായിച്ച് നോക്കിയിട്ട് തന്നെ അത് കണ്ടുപിടിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ പുസ്തകത്തിനോട് ഞാൻ ആദ്യം ഇതിലേക്ക് കടക്കുന്നത് തൃശ്ശൂരേക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ തൃശ്ശൂരാണ് പഠിച്ചത്. കോളേജിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കോളേജ് അന്തരീക്ഷത്തിലെ 2000-ന് ശേഷം വരുന്ന കണ്ണികളിലുള്ള ഒരാളാണ് ഞാൻ. 2000 പുറത്ത് വരുന്ന കണ്ണികളുള്ള ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ പ്രയോഗങ്ങളൊക്കെ ശീലമുള്ളത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ പുസ്തകത്തിലേക്ക് പുറത്തുള്ള ഇപ്പം വി കെ എന്നെ പറ്റിയ പരാതി പറയാറുണ്ടായിരുന്നു. വി കെ എൻ തെക്കൻ ജില്ലക്കാർക്ക് വലിയ പ്രയാസമാണ്. അവരിത് വി കെ എൻ അവർക്കാർക്ക് അറിയില്ല എന്ന് പറയാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇവിടുത്തെ പ്രയോഗങ്ങളും കൂടി മനസ്സിലായെങ്കിലും ഉള്ളൂ അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്നുള്ള. ഈ പുസ്തകത്തിൽ അതുപോലെ തന്നെ അങ്ങനെ ഒരു ചെറിയൊരു ഇത് ചില സ്ഥലത്ത് തീരെ പരിചയമില്ലാത്ത ആളുകൾക്ക് ഇത്, പക്ഷെ ഇവിടുത്തെ ആൾക്കാർക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അത് തുടക്കത്തിൽ ആ ഒരു എപ്പോഴും നമ്മൾ ഇതിനോട് അന്തരീക്ഷത്തിനോട് പരിചയപ്പെടുക ചെയ്യുന്നത്. ഒരു 1, 2, 3 പേജുകൾ വായിച്ച് കഴിയുന്നതോട് കൂടി നമ്മൾ ഈ അന്തരീക്ഷമായിട്ട് പൊരുത്തപ്പെടും. ആ പൊരുത്തപ്പെട്ട് കഴിയുന്ന സമയത്ത് പിന്നെ നമുക്ക് ഏത് സ്ഥലക്കാരനാണെങ്കിലും ഒരു മലയാളി ആണെങ്കിലും അത് വായിച്ചു പോകാവുന്ന ആ ഒരു അവസ്ഥ ലഭിക്കണം. അതാണ് ഈ എഴുത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ഞാനങ്ങനെ ഇതിനെ വേറെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് മലയാള സാഹിത്യത്തിൽ ഇത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഭാഷാപരമായ പരീക്ഷണങ്ങളിൽ രേഖപ്പെടുത്താവുന്ന ഒരു പുസ്തകമാണിത്. അതുപോലെ തന്നെ ഇത് സി രാധാകൃഷ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ അറിയാം ഈ എഴുത്തുകാരൻ്റെ രചനാ വൈഭവവും പിന്നെ എഴുത്തിനോടുള്ള സ്കില്ലും നമുക്ക് മനസ്സിലാവും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പുസ്തകം എല്ലാം ആശംസിക്കുന്നു.